ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 88 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ ഒരിക്കൽ കൂടെ പറയുന്നു. 1 ദിനവൃത്താന്തം 11 മുതൽ 14 വരെ, യോഹന്നാൻ 20-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നു ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: മറിയയോട് 3 പേർ ചോദിച്ച സമാന ചോദ്യം എന്ത്? 3 പേർ ആരൊക്കെ? ഉത്തരം: ചോദ്യം: സ്ത്രീയെ നീ കരയുന്നത് എന്ത്? 3 പേർ. വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ. യേശു. യോഹന്നാൻ 20-12, 13, 14, 15 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 10 പടനായകന്മാരിൽ ഒരാളുടെ പേരിന്റെ അവസാനത്തെ 2 അക്ഷരം ചേരുമ്പോൾ ഒരു ഭക്ഷ്യവസ്തുവിന്റെ പേരാണ്, എന്നാൽ പടനായകന്റെ പേരെന്ത്? ഉത്തരം: മിസ് മന്ന എന്നുള്ളതാണ്. 1 ദിനവൃത്താന്തം 12-10 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഭക്ഷ്യവസ്തു മന്ന, ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷിപ്പാൻ കൊടുത്ത ആഹാര സാധനം. പുറപ്പാട് 16-31 സപ്പോർട്ടിംഗ് റെഫറൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: 4 അക്ഷരമുള്ള ഒരു പദത്തിനകത്ത് ഒരു നിറം, കുതിപ്പ് എന്നർത്ഥം വരുന്ന ഒരു വാക്ക്, വെളിച്ചം എന്നർത്ഥം വരുന്ന മറ്റൊരു പദം, ഇത്രയുമുണ്ട് എങ്കിൽ ഏതാണ് ഈ 4 അക്ഷര വാക്ക്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: വെള്ളച്ചാട്ടം. 1 ദിനവൃത്താന്തം 14-11 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതിൽ നിറം വെള്ള, കുതിപ്പ് എന്നർത്ഥം വരുന്നത് ചാട്ടം, വെളിച്ചത്തിന് പറയുന്ന മറ്റൊരു പദം വെട്ടം. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഒരു സ്ഥലപ്പേരിനകത്ത് 2 പുരുഷനാമം, ഒന്ന് പഴയ നിയമത്തിലുണ്ട്, ഒന്ന് പാഠഭാഗത്തുണ്ട്. ഏതാണ് ഈ സ്ഥലപ്പേര്? ഉത്തരം: സ്ഥലം പേരശ്, ഉസ. 1 ദിനവൃത്താന്തം 13-11 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. പുരുഷന്മാർ പേരസും ഉസയും. 1 ദിനവൃത്താന്തം 13-9, അതുപോലെ ഉൽപ്പത്തി 46-12 നമുക്ക് സപ്പോർട്ടിംഗ് റെഫറൻസ് ആയിട്ട് ഇത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പാഠഭാഗത്തിലെ ഒരു വാക്യത്തിൽ 3 ഗോത്ര പിതാക്കന്മാരുടെ പേരുകളും 5 മൃഗങ്ങളുടെ പേരുകളും 6 ആഹാര സാധനങ്ങളുടെ പേരുമുണ്ട്. വാക്യം ഏത്? അവ ഏതെല്ലാം എന്ന് എഴുതുക. ഇതായിരുന്നു ചോദ്യം. ഉത്തരം: 3 ഗോത്ര പിതാക്കന്മാർ ഇസഖാർ, സെബൂലൂൻ, നഫ്താലി. 5 മൃഗങ്ങൾ: കഴുത, ഒട്ടകം, കോവർ കഴുത, കാള, ആട്. 6 ആഹാര സാധനങ്ങൾ: അപ്പം, മാവ്, അത്തിപ്പഴക്കട്ട, ഉണക്കമുന്തിരിപ്പഴം, വീഞ്ഞ്, എണ്ണ. 1 ദിനവൃത്താന്തം 12-40 ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഉത്തരം പറഞ്ഞതിലധികം കൺഫ്യൂഷൻ ഇല്ലാന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ. അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു. 1 ദിനവൃത്താന്തം 15 മുതൽ 18 വരെ, യോഹന്നാൻ 21-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.